ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾക്ക് ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യകതകളെ കുറിച്ച് സംസാരിക്കാനാണ്. നമുക്ക് ഇന്ന് ഈ കാലഘട്ടത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളാക്കി മാറ്റിയത് അവരുടെ പല കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും കൊണ്ടാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളും എന്തെങ്കിലും ചെയ്യാം. നമ്മുടെ കേരളത്തിലെ പല വീടുകളിലേക്ക് നോക്കിയാൽ മുതിർന്നവരാണ് കൂടുതലും. നമ്മൾ മക്കളോ പഠനത്തിനും ജോലിക്കുമായി പല നാടുകളിലും. അവർക്ക് പെട്ടെന്നൊരു എമർജൻസി വന്നാൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ആരെങ്കിലും അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാതിരിക്കരുത്. ഹോസ്പിറ്റൽ എക്സ്പെൻസ് ദിനം പ്രതി കൂടിക്കൊണ്ടേ. ഇപ്പോൾ മാറേണ്ടത് നമ്മളാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ആർഭാടങ്ങളിൽ ജീവിക്കുമ്പോഴും ഇൻവെസ്റ്റ്മെന്റിനായി പണം കരുതി വെക്കുമ്പോഴും നാം മനസ്സിലാക്കേണ്ടത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നതാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ്. ഞാനൊരു നേഴ്സാണ്, കാത്ത് ലാബ് നേഴ്സ്. എമർജൻസിയായും അല്ലാതെയും ഒരുപാട് ഹാർട്ട് പേഷ്യൻസ് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വരുന്നു, ആൻജിയോഗ്രാം അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു. നമ്മുടെ കുട്ടികളും ജീവിക്കേണ്ട പൈസ നമ്മൾ ഒന്നും അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകും. അതോടൊപ്പം തന്നെ വേണ്ട പണമില്ലാതെ ഈ ടെസ്റ്റുകൾ ഒന്നും ചെയ്യാൻ കഴിയാതെ തിരിച്ചു പോകുന്നവരുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിലാണ് പലരും ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അവർ വിളിക്കും, പക്ഷെ അപ്പോഴത്തേക്കും നമ്മുടെ അവസരം നഷ്ടമായി കഴിഞ്ഞിരിക്കും. എന്നാൽ ഇതൊന്നുമല്ല എൻ്റെ ഉദ്ദേശം. രോഗം വന്നിട്ട് എടുക്കാനുള്ളതല്ല, രോഗം വരുന്നതിനേക്കാൾ മുൻപ് ഒരു മുൻകരുതലായി എടുക്കേണ്ട ഒന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ സമ്പാദ്യങ്ങളും വരുമാന സ്രോതസ്സുകളും നമുക്ക് നഷ്ടമായേക്കാം. ചിലപ്പോൾ അത് നമ്മുടെ ഭൂമിയാകട്ടെ, നമ്മുടെ വണ്ടിയാവട്ടെ, നമ്മുടെ സ്വർണമാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്ന ഭവനം വരെ ആകാം. അങ്ങനെ നാം ചിന്തിക്കാത്ത നഷ്ടങ്ങൾ ഇന്നോ നാളെയോ നമ്മൾ ഓരോരുത്തരും തേടിയെത്താം. പലർക്കും ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചില കുറ്റബോധങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്. നമ്മുടെ പേരൻസിനും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും കൊടുക്കാൻ കഴിയാതെ വരുന്ന ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ്